ഈജയും നേരത്തെ ഗുണിയും ജിസുവും മരിച്ച സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഗുണിയു ഈജയാണെന്നൊക്കെ തുറന്നു പറഞ്ഞ അന്നായിരുന്നു ടയ്യും അവനെ വണ്ടി ഇടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവനും നടന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെ കുറിച്ച് ഒന്നും കൂടി ഒന്ന് ആലോചിച്ചു നോക്കുന്നു. ഈജയും അവിടെ ഉണ്ടായിരുന്ന ഒരു ഓടയൊക്കെ തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതിന്റെ അകത്ത് നിന്നും ജിസുവിന്റെ ആ ഒരു പേനയൊക്കെ അവന് കിട്ടുന്നു. അപകടമൊക്കെ നടന്നിട്ടുണ്ടായിരുന്ന അന്ന് ടയ്യു മദ്യപിച്ചിട്ടില്ലായിരുന്നെങ്കിൽ പോലും അവൻ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടെ ഉണ്ടായിരുന്ന അഡ്വക്കേറ്റിനോട് ഈ ഒരു കേസൊക്കെ ഏറ്റെടുക്കാമോ എന്ന് ചോദിക്കുന്നുമുണ്ട്. നിന്നെ ഞാൻ ഞങ്ങളുടെ കമ്പനികളിൽ ഒന്നിന്റെ സിഇഒ ഒക്കെ ആക്കി മാറ്റുന്നതായിരിക്കുമെന്നൊക്കെ ടയ്യു പറയുമ്പോഴത്തേക്കും അഡ്വക്കേറ്റും കാറിലുണ്ടായിരുന്ന ഫൂട്ടേജസ് എല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഓടയിലൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവനും അപ്പോൾ തന്നെ ആംബുലൻസിനെയൊക്കെ കോൾ ചെയ്തതിനു ശേഷം ആക്സിഡന്റ് നടന്നതിനെ കുറിച്ചും പറയുന്നു. ഇനി ജിസുവിന്റെ പേനയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ടയ്യുവും ജിസുവിന്റെ ഡെഡ് ബോഡിയൊക്കെ കാണുവാനായിട്ട് മരിയോണറ്റിനെ പോലെയാണ് തോന്നിക്കുക എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവളുടെ ആ ഒരു പേനയും അതേ ഓടയിലേക്ക് തന്നെ എറിയുന്നു. ഈജ മരിക്കുന്നതിന് മുമ്പ് ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ കണ്ടതായിരുന്നു. ഇപ്പോൾ ആകട്ടെ അവനും ടയ്യുവിനെ കൊല്ലുവാനായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ടയ്യുവിന്റെ കമ്പനിയിൽ എത്തിയിരിക്കുകയാണ്. ഒരു റിപ്പോർട്ടർ ആണെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ടയ്യുവിനെ കാണുവാനായിട്ട് അവൻ എത്തിയിട്ടുണ്ടായിരുന്നത്. ടയ്യു ആകട്ടെ ഒരു ബിസിനസ് ട്രിപ്പിനൊക്കെ പോയിരിക്കുകയാണെന്നും അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് പറയുന്നു. പക്ഷെ ടയ്യു അപ്പോൾ അവിടെ നിന്ന് പോകുവാനായിട്ട് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനും ടയ്യുവിനെ കണ്ടതിന് ശേഷം അവരുടെ കമ്പനിയിലെ സ്റ്റാഫ്സിന് വേണ്ടിയിട്ടാണ് ആ ഒരു സെമിനാർ ഒക്കെ നടത്തുന്നതെന്നും ഉറപ്പായിട്ടും അതിലേക്ക് ടയ്യു പോകണമെന്നും ഒക്കെ ആവശ്യപ്പെടുകയാണ്. ഇനി ടയ്യുവും ലിഫ്റ്റിലൊക്കെ കയറി കഴിയുമ്പോഴത്തേക്കും കുറച്ച് സ്റ്റാഫ്സ് ലിഫ്റ്റിന് വെളിയിലായിട്ടൊക്കെ നിൽക്കുന്നു. പക്ഷെ അവനും അവനെ കൂടി ലിഫ്റ്റിന്റെ അകത്തേക്കൊക്കെ ക്ഷണിക്കുകയാണ്. അച്ഛനും കുറച്ച് അകലെ നിന്നുകൊണ്ട് അവനെ നിരീക്ഷിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇനി സൈക്കോപാത്തുകളെ കുറിച്ചായിരുന്നു ആ ഒരു സെമിനാറിൽ പറഞ്ഞുകൊണ്ട് വരുന്നത്. അമേരിക്കയിലെ സക്സസ്ഫുൾ ആയിട്ടുള്ള 1000 സിഇഒസിന്റെ കണക്കൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അതിൽ 21% സിഇഒമാരും സൈക്കോപാത്തിന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ കാണിക്കുന്നവരാണ് എന്ന് ആ ഒരു മീറ്റിംഗ് ഒക്കെ നടത്തുന്നിടത്ത് ആള് പറയുകയാണ്. സൈക്കോപാത്തുകൾ എപ്പോഴും ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കണമെന്നൊന്നുമില്ല. പക്ഷെ അവരുടെ ഉള്ളിൽ ഒരു എമ്പതി ഒന്നും ഉണ്ടാക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യം ചെയ്യുന്നതിലും അവർക്കൊരു മടിയും ഉണ്ടാക്കുകയില്ല. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും പലരും ലൈഫിൽ സക്സസ്ഫുൾ ആകുക. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ സക്സസ് ആയവരുടെ ലിസ്റ്റ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും അതിൽ സൈക്കോപാത്സ് കൂടുതലായിട്ടുള്ളത്. നമുക്ക് ഈ സൈക്കോപാത്തിന്റെ ടെസ്റ്റ് ഒക്കെ നടത്തുവാനായിട്ട് സിഒനെ കൂടി ക്ഷണിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളും സിഒയോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. ആളുകളുടെ മുഖത്തെ ഭാവവ്യത്യാസമൊക്കെ അവന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് അറിയുവാനായിട്ടായിരുന്നു ഈ ഒരു ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഒന്ന് രണ്ട് ചോദ്യത്തിന് ശേഷം ആങ്കറും അവന് സൈക്കോപാത്തിന്റെ ഒരു രീതിയിലുള്ള സ്വഭാവവും ഇല്ല എന്നൊക്കെ പറയുന്നു. ഈജയും ടി വി ഒക്കെ നോക്കുമ്പോഴത്തേക്കും ടിവിയിലാകട്ടെ ടൈ ഓരോരോ സ്ഥലത്തൊക്കെ പോകുന്നതിനെ കുറിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് അവന്റെ മൂക്കിൽ നിന്നും ബ്ലഡ് ഒക്കെ വരികയും ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നു. അവൻ ഹോസ്പിറ്റലിലേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കുമാണ് അവന് ബ്രെയിൻ ട്യൂമർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. മാത്രമല്ല ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയം പോലും കഴിഞ്ഞിരിക്കുകയാണ്. അതൊക്കെ മനസ്സിലാക്കുന്ന അവനും ഒരു വലിയ ചിരിയൊക്കെ ചിരിച്ചതിന് ശേഷം ഇനി ഞാൻ എത്ര കാലം ജീവിച്ചിരിക്കുമെന്നൊക്കെ ഡോക്ടറിനോടും ചോദിക്കുന്നു. ഡോക്ടറും 1 മാസം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് ധാരാളമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനും അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. എത്രയും വേഗം ടൈ താമസിക്കുന്ന സ്ഥലമൊക്കെ കണ്ടെത്തണമെന്നായിരുന്നു ഈച്ചയുടെ അടുത്ത ആഗ്രഹം. അങ്ങനെ ഇരിക്കെയാണ് അവനൊരു കോളൊക്കെ വരുന്നത്. ഈച്ച ഇപ്പോൾ ഉള്ളത് ഗ്യൂച്ചോളിന്റെ ബോഡിയിലൊക്കെ ആണല്ലോ. ഗ്യൂച്ചോൾ ഇതിനു മുമ്പ് ഒരു ചിത്രമൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ചിത്രമൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വാശി പിടിക്കുകയാണ്. ആ ഒരു ചിത്രമൊന്നും വിൽക്കുവാനായിട്ട് വെച്ചിട്ടുള്ളതല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അയാളും അത് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ സ്റ്റാഫ് പറയുമ്പോഴത്തേക്കും ആ വ്യക്തി ആരാണ് എന്നൊക്കെ ഏജിയും ചോദിച്ചു പോകുന്നു. ടൈഗാങ്ങിന്റെ സിഒ ആയിട്ടുള്ള ടയ്യു ആയിരുന്നു അതേ എന്നൊക്കെ സ്റ്റാഫ് പറയുമ്പോൾ തന്നെ ടയ്യുവിനെ കാണുവാനായിട്ട് ഈജയും പോകുന്നു. അങ്ങനെ ഇരിക്കെ ടയ്യുവും ഈജനെ കണ്ടുമുട്ടുകയാണ്. ഈ ഒരു വർക്കിനെ കുറിച്ച് കൂടുതലായിട്ടൊക്കെ പറയാമോ എന്ന് ടയ്യു ചോദിക്കുമ്പോഴത്തേക്കും ഈജ ആകട്ടെ ഇത് 5 പേരുടെ രക്തം കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരു വർക്കാണ്. ദൈവത്തിന്റെ കൈകൊണ്ടായിരുന്നു അവരുടെ മരണം നടന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ തെളിയിക്കുവാനായിട്ടാണ് ഈ ഒരു ചിത്രമൊക്കെ താൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഈജ പറയുമ്പോഴത്തേക്കും ദൈവമെന്ന് അവൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അവനെ തന്നെയാണെന്നുള്ള കാര്യമൊക്കെ ടയ്യുവിനും മനസ്സിലാകുന്നു. നിനക്ക് മാത്രമാണ് ഞാൻ പറയാതെ തന്നെ ഈ ഒരു വർക്കിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. നമ്മൾ ഒരുപോലെയാണ്, അല്ലെങ്കിലും ഒരുപോലെയുള്ള ആളുകളാണല്ലോ അട്രാക്ട് ഒക്കെ ചെയ്യുക എന്നൊക്കെ അവനും പറയുന്നു. നീയും എന്നെ പോലെ തന്നെ സ്വയം ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്നെ പോലെ തന്നെ നീയും കൊലപാതകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപോലെ ആണ് എന്നൊക്കെ ഈച്ച പറയുമ്പോഴത്തേക്കും ടയ്യും അവനെ ഞെട്ടലോടുകൂടി തന്നെ ഒന്ന് നോക്കുന്നു. പിന്നീട് ഏജിയും ഞാനൊരു തമാശക്കൊക്കെ ആയിരുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞ് അതൊരു തമാശയാക്കി മാറ്റുവാനായിട്ട് ശ്രമിക്കുന്നു. എക്സിബിഷൻ സെന്ററിൽ നിന്നും എല്ലാവരും പോയെന്നൊക്കെ ഉറപ്പാക്കുമ്പോഴത്തേക്കും ഏജിയും ടയ്യുനെ കൊല്ലുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും നീ ആരെങ്കിലും കൊല്ലുവാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാനും അതിനിടയിൽ ഇടപെടുമെന്നൊക്കെ മരണം പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച് അവനും ഓർക്കുന്നു. അപ്പോഴേക്കും ടയ്യുന്റെ സെക്രട്ടറി അവിടെ എത്തിയിട്ട് ടയ്യുനെ വിളിച്ചുകൊണ്ട് പോകുവാനൊക്കെ നോക്കുകയാണ്. നീയും ഈ ഒരു വർക്ക് വിൽക്കുന്നില്ലല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ടയ്യു പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ ഈ ഒരു വർക്കൊക്കെ നിനക്ക് വിൽക്കുകയാണെങ്കിൽ നീ അത് എവിടെയായിരിക്കും വെക്കുക എന്നൊക്കെ ടയ്യുവിന്റെ അടുത്ത് ഈജ ചോദിക്കുകയാണ്.
നീ ഇത് എനിക്ക് വിൽക്കുകയാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിലായിരിക്കും ഈ വർക്ക് വെക്കുക എന്നൊക്കെ ടൈവ് പറയുമ്പോഴത്തേക്കും, എവിടെയാണോ ഈ ഒരു വർക്ക് ഇരിക്കുക ആ ഒരു സ്ഥലം അനുസരിച്ചായിരിക്കും ഇതിന്റെ വാല്യൂ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വർക്ക് നിനക്ക് വിൽക്കുവാനായിട്ട് എനിക്ക് സമ്മതമാണ്. ഞാൻ തന്നെ ഈ വർക്ക് നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് എത്തിച്ചോളാം എന്നൊക്കെ ഈച്ചയും പറയുന്നു. ടൈയോന് വേണ്ടി ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു മരണമൊക്കെ ആയിരുന്നു ഈജ കാത്തുവെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ ഞാൻ ആരെയെങ്കിലും കൊല്ലുവാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ മരണവും അതിനിടയിൽ ഇടപെടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഒരുപക്ഷെ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് മരണം വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കുമോ എന്നൊക്കെ അവനും സംശയിക്കുകയാണ്. ടൈയു ഇപ്പോൾ പള്ളിയിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. ചിന്തയുടെ മരണത്തിന് ശേഷമുള്ള കുറച്ച് ചടങ്ങുകളൊക്കെ ആയിരുന്നു പള്ളിയിൽ നടക്കുന്നത്. അങ്ങനെ ഇരിക്കെ ജിൻഡോട് ഇതിനു മുമ്പ് സംസാരിച്ച ഒരു കാര്യത്തെക്കുറിച്ചും അവൻ ഓർക്കുന്നു. കുട്ടിയായിരിക്കുന്ന സമയത്ത് ചിന്ത ഒളിച്ചു കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നപ്പോഴത്തേക്കും ആ റൂമിലായിരുന്നു അവരുടെ വീട്ടുജോലിക്കാരിയുടെ കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നത്. ഇത് ഭയങ്കരമായിട്ട് ശബ്ദമൊക്കെ ഉണ്ടാക്കുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ടയ്യുവും ആ ഒരു റൂമിലേക്ക് വരികയും ആ കുഞ്ഞിനെ കൊല്ലുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ കുറച്ച് ആൾക്കാരൊക്കെ നടന്നു വരുന്ന ഒച്ചയൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കുമാണ് അവനും ആ കുഞ്ഞിനെ അവിടെ തന്നെ ഇട്ടേച്ച് ഓടുന്നത്. അന്ന് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ചിന്തയും നേരിട്ട് കണ്ടതായിരുന്നു. അങ്ങനെയിരിക്കെ ആ ഒരു കുഞ്ഞ് മരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ പോലും അതിന് ഒരുപാട് ശസ്ത്രക്രിയയൊക്കെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ അച്ഛന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നീ ഇപ്പോഴും ആ ഒരു കുഞ്ഞിന്റെ കരച്ചിലൊക്കെ കേൾക്കാറില്ലേ? അതുകൊണ്ടല്ലേ നീയും ആ ഒരു പേനയ്ക്കകത്ത് കുറച്ച് മരുന്നുകളൊക്കെ കൊണ്ടുവന്ന് നടക്കുന്നത് എന്നൊക്കെ ചിന്തയും ചോദിക്കുന്നു. നിന്റെ ഹൃദയം ഇപ്പോഴും വീക്കാണ്. അതുകൊണ്ടാണ് ആ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ പോലും നിനക്ക് സഹിക്കുവാനായിട്ട് സാധിക്കാത്തതെന്നൊക്കെ ചിന്ത പറയുമ്പോഴത്തേക്കും, നീ വിചാരിക്കുന്നതിനേക്കാളും സ്ട്രോങ് ആണ് എന്റെ ഹൃദയം. അതുകൊണ്ടാണ് നിന്നെ ഇപ്പോഴും ഞാൻ ജീവനോടൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ ആ ഒരു കുഞ്ഞ് കരയുന്നതല്ല ഞാൻ കേൾക്കുന്നത്. മറിച്ച് അതിനെ കൊല്ലാമോ എന്നൊക്കെ ചോദിക്കുന്നതാണ് ഞാൻ കേൾക്കുന്നത്. എനിക്ക് അവനെ കൊല്ലുവാനായിട്ട് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും മരുന്നൊക്കെ കഴിച്ചിട്ട് എല്ലാം കൺട്രോൾ ചെയ്ത് നടക്കുന്നതെന്നൊക്കെ ആയിരുന്നു ടൈയോ അതിന് മറുപടിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നതും. ടൈയോന്റെ ആ ഒരു മറുപടിയൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ചിന്തയും ഒരുപാട് പേടിക്കുന്നു. ഞങ്ങളുടെ ഫാമിലിക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് തന്നെ ആയിരുന്നു ചിന്റെ. അവൻ ഞങ്ങളെ വിട്ട് പോയതിൽ ഞങ്ങൾക്ക് ഇപ്പോഴും വിഷമമൊക്കെ ഉണ്ട് എന്ന് അച്ഛനും പറയുകയാണ്. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ആരും തന്നെ ഇതുവരെയായിട്ടും ചിന്തനെ മറന്നിട്ടില്ല എന്നൊക്കെ ഓർക്കുമ്പോൾ ടൈയോന് കൂടുതലായിട്ടൊക്കെ ദേഷ്യം വരികയും കുറെ മരുന്നൊക്കെ വാരി കഴിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ ആയിരുന്നു സെക്രട്ടറിയും ടൈയോനെ ഒന്ന് കോൾ ചെയ്യുന്നത്. അതായത് ഇതിനു മുമ്പ് ടൈയോ ഒരു സെമിനാർ ഒക്കെ കൂടിയിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു സെമിനാർ ശരിക്കും പറയുകയാണെങ്കിൽ ടൈയോന്റെ അച്ഛൻ പറഞ്ഞിട്ട് നടത്തിയ ഒന്നായിരുന്നു. ഇപ്പോൾ കണ്ണുപോലും കാണാതെയാണ് ടയ്യുവും വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് പോകുന്നത്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു പോലീസ് ഓഫീസറിനെ കാണിക്കുകയാണ്. അതായത് നേരത്തെ ടയ്യു ഒരാളെ വണ്ടിയൊക്കെ ഇടിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ടൈസാങ് ആ ഒരു കുറ്റമൊക്കെ ഏറ്റെടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ അവൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് കുറ്റസമ്മതവും നടത്തി. സോ ആ ഒരു പോലീസ് ആയിരുന്നു ആൻ. ആനിന്റെ കൂടെ ആനിന്റെ ജൂനിയർ ആയിട്ടുള്ള ജീഹുണുമുണ്ട്. ജീഹുന്റെ ഒപ്പമുള്ളത് സീനിയർ ആണെങ്കിൽ പോലും അവനും ഒട്ടും തന്നെ റെസ്പെക്ട് ഒന്നും ചെയ്യാതെയാണ് സീനിയറിന്റെ അടുത്ത് സംസാരിക്കുന്നത്. അതിനുള്ള റീസൺ ഒക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഇവരിങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആയിരുന്നു ടയ്യു വളരെയധികം സ്പീഡിൽ കാറിലൊക്കെ പോകുന്നത്. അത്രത്തോളം സ്പീഡിലൊക്കെ ഒരാൾ പോകുമ്പോഴത്തേക്കും ജീഹുണിനെ നോക്കി നിൽക്കുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല. അവനും നേരെ കാറും എടുത്തിട്ട് ടയ്യുവിനെ ഫോളോ ചെയ്തു പോകുന്നു. കുറെ ദൂരമൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും പിന്നീട് മുന്നോട്ട് പോകുവാനായിട്ട് വഴി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ടയ്യുവിനും വണ്ടിയൊക്കെ നിർത്തേണ്ടതായിട്ട് വരികയാണ്. ടയ്യു വളരെയധികം സ്പീഡിലൊക്കെ ആയിരുന്നു വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നീ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചീഹുണും അവൻ മദ്യപിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. പക്ഷെ അവൻ മദ്യപിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവൻ ഓവർ സ്പീഡിലൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫൈൻ ഒക്കെ കൊടുത്തിട്ട് വിടുവാനായിട്ടൊക്കെ ചിഹുൺ നോക്കുമ്പോഴത്തേക്കും അവന്റെ കൈകൾ വിറയ്ക്കുന്നതൊക്കെ ചിഹുൺ ശ്രദ്ധിക്കുന്നു. ടയ്യു മദ്യപിച്ചിട്ടില്ല എന്ന കാര്യമൊക്കെ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അവൻ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയമൊക്കെ ജീഹുണിന് വരികയാണ്. അതുകൊണ്ട് തന്നെ ജീഹുണും ടയ്യുവിനെ കാറിൽ നിന്നും പുറത്തിറക്കുന്നു. ജീഹുണും ജീഹുന്റെ പേരെല്ലാം പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ടയ്യുവും ആരെയോ കോളൊക്കെ ചെയ്യുകയായിരുന്നു. അപ്പോഴേക്കും അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന ആനും അത് ടയ്യു ആണ്, നീ അവനെ ഒന്നും ചെയ്യണ്ട, ഇതങ്ങ് വിട്ട് കളഞ്ഞേക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് നിസാരവൽക്കരിച്ചുകൊണ്ട് ജീഹുണിനെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ടൊക്കെ നോക്കുന്നു. ടയ്യു വിളിച്ചിട്ടുണ്ടായിരുന്നത് കമ്മീഷണറൊക്കെ ആയിരുന്നു. ഞാൻ വണ്ടി കുറച്ച് സ്പീഡിലൊക്കെ ഓടിച്ചു വന്നു, അത്ര മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. പക്ഷേ ജീഹുൺ എന്ന പേരുള്ള ഒരു പോലീസ് ആകട്ടെ എന്നെ പിടിച്ചു നിർത്തിയിട്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ കൊണ്ടുപോയേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുകയാണ്. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അങ്ങ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു ഫോൺ കോളും ടയ്യു നേരെ ജീഹുന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അതൊന്നും കാര്യമാക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമ്മീഷണറും ജീഹുണിനോട് ക്ഷമ ചോദിക്കുവാനായിട്ടൊക്കെ ആവശ്യപ്പെടുന്നു. ജീഹുണും ക്ഷമ ചോദിച്ചതിന് ശേഷം നിങ്ങൾ എന്നാൽ പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞ് ജീഹുൺ പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ടയ്യുവും അതിനെ അങ്ങനെ വിടുവാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ടയ്യു ആകട്ടെ ജീഹുണിട്ട് അടിക്കുന്നു. ആനും പതിയെ ടയ്യുവിന്റെ അടുത്തേക്കൊക്കെ വരുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും നിനക്ക് ജോലിയൊന്നും പോകേണ്ട എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നിന്നാൽ മതി എന്നൊക്കെ ടയ്യു പറയുമ്പോഴത്തേക്കും ആനും ആ സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്.
ടൈ ഒന്നോ രണ്ടോ തവണയൊന്നും ആയിരുന്നില്ല. ചിഹുണ്ണെ ഒരുപാട് തവണ തല്ലുന്നു. അതിനുശേഷം കയ്യിലുണ്ടായിരുന്ന കുറെ പണമൊക്കെ അവന്റെ നേർക്ക് വലിച്ചെറിയുകയാണ്. ആനും ഒരു രീതിയിലും പ്രതികരിക്കാതെയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ നിന്നെ പോലെയുള്ള ആളുകളെയാണ് എനിക്ക് ശരിക്കും ഇഷ്ടമുള്ളത് എന്നൊക്കെ ടൈയോ ആന്റെ അടുത്ത് പറഞ്ഞതിന് ശേഷം പോകുന്നു. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.